അടുത്തതായി വേർഡ് ഡോക്യുമെന്റിൽ എങ്ങനെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒരു പുതിയ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ടായി അതിനകത്ത് ഒരു പേജ് മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് മൈക്രോസോഫ്റ്റ് വേർഡ് തന്നെ പുതിയ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ വേർഡ് തന്നെ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് സോഫ്റ്റ് പേജ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്റർ സ്പേസ് കൊടുത്തപ്പോൾ വേർഡ് തന്നെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. നമ്മൾ ഏത് പേജിലാണോ വർക്ക് ചെയ്യുന്നത് ആ പേജ് നമ്പർ സ്റ്റാറ്റസ് ബാറിൽ ഇതേപോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കും. എന്നാൽ നമുക്ക് തന്നെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെയാണ് വേർഡിൽ ഹാർഡ് പേജ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഉദാഹരണമായി നമ്മൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന പാരഗ്രാഫിലെ കുറച്ച് ഭാഗം നമുക്ക് പുതിയൊരു പേജിൽ ആവശ്യമാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ കർസർ ആദ്യം ആ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഇൻസേർട്ട് എന്ന മെയിൻ മെനുവിൽ നിന്ന് ബ്രേക്ക് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഡയലോഗ് ബോക്സ് ആണ് ബ്രേക്ക്. ഇവിടെ നിന്ന് പേജ് ബ്രേക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ കർസർ നിന്ന ഭാഗം മുതൽ പുതിയൊരു പേജിലേക്ക് മാറിയിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് തന്നെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഓരോ പേജിനെയും മനസ്സിലാക്കുവാൻ വേണ്ടി പേജ് നമ്പർ ആഡ് ചെയ്യണമെന്നിരിക്കട്ടെ. അതിനായി നമുക്ക് ഇൻസേർട്ട് എന്ന മെയിൻ മെനു ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് പേജ് നമ്പർ എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ പേജ് നമ്പർ എന്ന ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടെ പേജ് നമ്പർ ആഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രിവ്യൂ ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പേജ് നമ്പർ നമുക്ക് പേജിന്റെ മുകളിലാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ പൊസിഷൻ എന്ന ലിസ്റ്റ് ബോക്സിൽ നിന്ന് ടോപ്പ് ഓഫ് പേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അലൈൻമെന്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പേജ് നമ്പറിനെ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ഇൻസൈഡ്, ഔട്ട്സൈഡ് എന്നീ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി പേജ് നമ്പർ ഒരു പ്രത്യേക നമ്പറിൽ നിന്ന് തുടങ്ങണമെങ്കിൽ ഫോർമാറ്റ് എന്ന ഈ മെനു ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്പർ ഫോർമാറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക നമ്പറിൽ നിന്ന് പേജ് നമ്പർ തുടങ്ങണമെങ്കിൽ സ്റ്റാർട്ട് അറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേജ് നമ്പർ തുടങ്ങേണ്ട നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.